അഷ്കർ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ഇന്നുവരെ പാണക്കാട് തങ്ങന്മാർ ഏതെങ്കിലും തരത്തിൽ പേരെടുത്തു പറഞ്ഞ് ഇങ്ങനെയൊരു വിമർശനം കേരളത്തിൽ അടുത്ത കാലത്ത് നടത്തിയിട്ടില്ല. ലീഗിനെ ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ജനാധിപത്യ പാർട്ടിയായിട്ട് കാണുന്ന ഒരു പാർട്ടിയാണ് CPM. ആ അവസ്ഥയിൽ നിന്ന് പാർട്ടി ഇപ്പോൾ മാറി SDP-യുടെയും ജമാഅത്തയുടെയും പിടിയിലാണെന്ന് പറഞ്ഞു വെക്കുന്നു. ഇന്നിപ്പോൾ ഇതാ ജമാഅത്തയുടെ അനുയായിയാണ് പാണക്കാട് തങ്ങൾ എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അത് സന്ദീപിന് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ലീഗ് അണികളെ മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ആ തടസ്സം മാറിക്കിട്ടിയോ? തീർച്ചയായും അതിലൊരു സംശയം വേണ്ട. കാരണം അത്തരം പരാമർശങ്ങൾ വരുമ്പോഴാണ് ലീഗ് എന്താവാറ് ഒരു കോർഡിനേഷൻ ലെവലിലേക്ക് പോകും. നമുക്ക് ഉദാഹരണം പൊന്നാനി പരിശോധിച്ചാൽ മതി. പൊന്നാനിയിൽ സമസ്ത വിവാദമുണ്ടായി ലീഗ് വലിയ പ്രതിസന്ധിയിലേക്ക് പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ ലീഗ് ഉണർന്ന് പ്രവർത്തിച്ചത്. പ്രത്യേകിച്ച് ഒരു ഉദാഹരണം എടുത്താൽ സാധാരണ അവിടെ ഈ രോഗികളായ ആളുകളുടെ വോട്ടൊന്നും നിർബന്ധിച്ച് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാൻ ലീഗ് ശ്രമിക്കാറില്ല. കാരണം ഞങ്ങൾ എന്തായാലും ജയിക്കുമെന്നുള്ള നിലപാടാണ്. പക്ഷേ സമസ്ത വിവാദമുണ്ടായി ലീഗ് സമസ്ത ഒരു ശക്തി പ്രകടനമൊക്കെ പോയ സമയത്ത് അവരുടെ എല്ലാ വോട്ടും പോൾ ചെയ്യാനുള്ള ഭയങ്കര ശ്രമം നടക്കുകയും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. ആ രീതിയിലേക്ക് ഒരു ഇഫക്റ്റ് ഉണ്ടാകും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി എന്ന് പറയാനുള്ള ഒരു ധൈര്യത്തിലേക്ക് എത്തി ഞാൻ വിലയിരുത്തുന്നത് ഈ പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരും വിമർശിക്കാറില്ലെങ്കിൽ ഈ രീതിയിൽ പേരെടുത്ത് വിമർശനം തയ്യാറാവാറില്ല. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിറ്റിക്ക് അകത്ത് നിന്ന് തന്നെ അത്രത്തോളം വിവാദങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സമസ്തയിലെ വിഭാഗീയവുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ലീഗ് അനുകൂലികൾ ലീഗ് വിരുദ്ധരൊക്കെ ചേരിതിരിഞ്ഞുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായി ഈ സാദിഖാളുടെ തങ്ങളുടെ പേര് സമസ്തക്കകത്തൊന്നും ഇല്ലെങ്കിൽ ലീഗിൻ്റെ അകത്തൊക്കെ വലിച്ചിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പുറത്തുള്ള ഞങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നൊരു ചിന്ത വരുമല്ലോ. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി അത് എടുത്തിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് സ്വാഭാവികമായും ഇവിടെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ അത്യാവശ്യം സ്വാധീനമുള്ള പാലക്കാട് അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവാനേ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച്